السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട ഇമാം അൽ ബുഖാരി റഹിമഹുള്ളയുടെ പ്രശസ്തമായ ഹദീസ് ഗ്രന്ഥം അൽ അദബുൽ മുഫ്രദ് ആണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ സ്വഹീഹായ ഹദീസുകൾ ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള ക്രോഡീകരിച്ച സ്വഹീഹുൽ അദബുൽ മുഫ്രദ്. അതിൽ കഴിഞ്ഞ ദിവസം നാം വായിച്ചു തുടങ്ങിയ ബാബു മൻ ഇൻതസറ മിൻ ദുൽമിഹി, ഒരാളെ ദുൽമിൽ നിന്ന് സഹായിക്കുക, ഒരാൾ ആക്രമിക്കപ്പെടുന്ന സമയത്ത് സഹായിക്കുക എന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാബാണ്. അതിൽ കൊടുത്ത ഹദീസ് നമ്മൾ വായിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ ഒരുമിച്ച് കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് മകളായിട്ടുള്ള ഫാത്തിമ ബീവിയെ പറഞ്ഞയക്കുകയാണ്. പത്നിമാർ എന്ന് പറഞ്ഞാൽ ആയിഷ ബീവി ഒഴികെയുള്ളവർ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തന്റെ ഭാര്യമാരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയോടായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചിട്ടുള്ള കാര്യവുമാണ്, അറിയപ്പെടുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് തെറ്റുമല്ല. കാരണം ഒരാൾക്ക് ഖൽബിലുണ്ടാകുന്ന സ്നേഹത്തെ ഒരിക്കലും അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തുള്ളതാണ്. അതേസമയം ദിവസങ്ങളുടെയോ ചെലവിന് കൊടുക്കുന്നതിലോ എല്ലാമാണ് ഒരാൾ വ്യക്തിക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിൽ ബാക്കിയുള്ള ഭാര്യമാർ ഫാത്തിമ ബീവിയോട് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെല്ലണം, ഭാര്യമാരുടെ വിഷയത്തിൽ നീതി കാണിക്കണം, അഥവാ ഇഷ്ടത്തിന്റെ വിഷയത്തിലും നീതി കാണിക്കണം എന്ന് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഫാത്തിമ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, അലസ്തി തുഹിബ്ബീന മാ ഉഹിബ്ബ്, എനിക്ക് ഇഷ്ടമുള്ള ഒന്നിനെ നീയും ഇഷ്ടപ്പെടില്ലയോ എന്ന് ഫാത്തിമ ബീവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ തീർച്ചയായും എന്ന് മകൾ പറയുകയും എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹയെ ഇഷ്ടപ്പെടുക എന്ന് ഫാത്തിമ ബീവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അങ്ങനെ തിരിച്ച് ഫാത്തിമയുടെ അടുക്കൽ പോയി ഇനി ഞാൻ ആ വിഷയത്തിൽ സംസാരിക്കാൻ പോകില്ല എന്ന് ഫാത്തിമ ബീവി പറഞ്ഞു. പിന്നീട് ഭാര്യമാർ അയച്ചത് സൈനബ് റളിയല്ലാഹു അൻഹയെ ആയിരുന്നു. സൈനബ് റളിയല്ലാഹു അൻഹ ആയിഷ ബീവിക്ക് ശേഷം സൈനബ് ബിൻത് ജഹ്ഷ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാരിൽ പ്രത്യേകം സ്ഥാനമുള്ള വനിതയായിരുന്നു. അവരെ പറഞ്ഞയക്കുകയും അവർ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അത് ആയിഷ റളിയല്ലാഹു അൻഹയോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നതിനെ ഇഷ്ടമില്ലാത്ത രീതിയിൽ ചില വാക്കുകൾ പറയാൻ തുടങ്ങി. അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസിൽ പറയുകയാണ്, ഫതഫിഖ്തു അൻദുർഹ ഹൽ യഅ്ദന ലി അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇങ്ങനെ നോക്കാൻ തുടങ്ങി, എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിക്കുമോ, സംസാരിക്കാൻ അനുവദിക്കുമോ എന്ന നിലക്ക്. അവിടെ സൈനബ് ബീവി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ആയിഷ ബീവിയെ കുറിച്ചിട്ടുള്ള പരാതികൾ ഇങ്ങനെ പറയാം. فلم أزل حتى عرفت أن النبي صلى الله عليه وسلم لا يكره أن أنتصر. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അങ്ങനെ എനിക്ക് മനസ്സിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുക്കുന്നില്ല, അല്ലെങ്കിൽ വിരോധിക്കുന്നില്ല, വിശേഷമേ സഹായിക്കുന്നത് വിരോധിക്കുന്നില്ല, ഞാൻ സംസാരിക്കാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ സൈനബ് ബീവിക്ക് തിരിച്ച് മറുപടി പറയുകയും സൈനബ് ബീവിയെ സംസാരത്തിൽ അതിജയിക്കുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമാ ഇന്നഹാ ഇബ്നതു അബീ ബക്കറിൻ, അവൾ അബൂബക്കറിന്റെ മകളാണ് എന്ന് പറയുകയുണ്ടായി. ഈ ഹദീസ് ബാബിൽ കൊടുക്കാനുള്ള കാരണം, ഒരാൾക്ക് നമ്മൾ സഹായം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, ഒരാൾ ഏതെങ്കിലും തരത്തിൽ ഉൽമി ചെയ്യപ്പെടുന്ന സന്ദർഭത്തിലെല്ലാം സഹായിക്കാൻ സാധിച്ചാൽ സഹായിക്കണം എന്നതാണ് ഇതിന്റെ ആശയം. ഈ ഹദീസിൽ ധാരാളം സംഭവങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടം ആയിഷ റളിയല്ലാഹു അൻഹയായിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ ഇടയിലും ചില പിണക്കങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളതും. അതിനർത്ഥം ഭാര്യമാർ തമ്മിൽ വളരെയധികം ശത്രുതയും വിദ്വേഷവും വെച്ച് പുലർത്തിയിരുന്നു എന്നുള്ളതല്ല. കാരണം ഈ ഒരു ഹദീസിന്റെ ഈ റിവായത്തിൽ, വേറെ റിവായത്തിൽ
ആയിഷ റളിയല്ലാഹു അൻഹ സൈനബ് ബീവിയെ പറഞ്ഞയച്ച സംഭവം പറയുമ്പോൾ, അഥവാ ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റിയിട്ട് ഇഷ്ടത്തിൽ നീതി കാണിക്കണം എന്ന് പറയാനാണ് ഭാര്യമാരെല്ലാവരും കൂടി സൈനബ് ബീവിയെ പറഞ്ഞയക്കുന്നത്. പക്ഷെ സൈനബ് ബീവിയെ പറ്റി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന വാക്കുകളുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, فأرسل أزواج النبي صلى الله عليه وسلم زينب بنت جحش زوج النبي صلى الله عليه وسلم وهي التي كانت تساميني منهن في المنزلة عند رسول الله صلى الله عليه وسلم. ആയിഷ ബീവിയാണ് പറയാണ്, ഫാത്തിമ ബീവി വന്നു പോയതിനു ശേഷം പിന്നെ അവർ അയച്ചത് സൈനബ് ബീവിയാണ്. സൈനബ് ബീവി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലുള്ള സ്ഥാനത്തിൽ എന്റെ ഒപ്പം എത്താൻ യോജിച്ച ഒരാൾ അവരെ ഉണ്ടായിരുന്നുള്ളൂ. വലം അറംറഅതൻ ഖത്തു ഖൈറൻ ഫിദ്ദീൻ മിൻ സൈനബ്. സൈനബിനെ പോലെ അല്ലെങ്കിൽ സൈനബിനേക്കാൾ ഖൈറായിക്കൊണ്ട് ദീനുള്ള ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. വത്ഖാലില്ല, അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. വസ്ദഖ ഹദീസൻ, ഏറ്റവും സത്യസന്ധത വാക്കിൽ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. വഔസല റഹിം, കുടുംബബന്ധം ചേർക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. വഅദമ സദഖതൻ, അതുപോലെ തന്നെ പിന്നെ സദഖ നൽകുന്നതിൽ ഇവരെക്കാൾ ശ്രേഷ്ഠരായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ ധാരാളം പിന്നെ പ്രത്യേകതകൾ സൈനബ് ബീവിയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. സത്യത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കുറവുകൾ പറയാനാണ് സൈനബ് ബീവി വന്നിട്ടുള്ളത്. ആ സംഭവം ഉദ്ധരിക്കുമ്പോൾ പോലും ആയിഷ റളിയല്ലാഹു അൻഹ എന്താ പറയുന്നത്? സൈനബ് ബീവിയുടെ ഫളലും ശ്രേഷ്ഠതകളുമാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഭാര്യമാർക്കിടയിൽ ഉണ്ടാകുന്ന പിണക്കങ്ങളെല്ലാം ഉണ്ടായിരുന്നെങ്കിലും ദീനിയായ നിലയ്ക്ക് അവർ പരസ്പരം ബഹുമാനിക്കുന്ന, പരസ്പരം പ്രാധാന്യം കൊടുക്കുന്ന, ബഹുമാനിക്കുന്ന, ദീനിൽ ആദരവ് കൽപ്പിക്കുന്ന ആളുകൾ തന്നെയായിരുന്നു. മറ്റൊരു കാര്യം, ഈ ഹദീസിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഫായിദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവാദം നൽകുന്നുണ്ടോ എന്ന് അവിടെ കാത്തു നിന്ന് നോക്കിയതിന് ശേഷമാണ് എന്ത് ചെയ്തത്? മറുപടി പറഞ്ഞത്. അവിടെ ആ സംഭവം നടക്കുമ്പോൾ സൈനബ് ബീവി വന്ന് സംസാരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം ചോദിക്കാതെ, സമ്മതം ചോദിക്കാൻ നിൽക്കാതെ എടുത്ത വഴിക്ക് മറുപടി പറയുകയല്ല ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകുന്നുണ്ടോ എന്ന് നോക്കി അനുവദിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ആയിഷ റളിയല്ലാഹു അൻഹ സംസാരിക്കാൻ തുടങ്ങിയത്. അതൊരു മര്യാദയാണ്, അതൊരു അദബാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടായിരുന്ന അദബാണ് ഏതൊരു സ്ത്രീക്കും ഭർത്താവിന്റെ അടുക്കൽ ഉണ്ടായിരിക്കേണ്ട അദബിൽപ്പെട്ടൊരു കാര്യമാണ്. മറ്റൊരു ഫായിദ ഈ ഹദീസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്, ഇന്നഹാ ബിനതു അബീ ബക്രിൻ, അവൾ അബൂബക്കറിന്റെ മകളാണ് എന്നുള്ളത്. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംസാരത്തിൽ വളരെ കൃത്യതയുള്ള, അതുപോലെ തന്നെ വളരെ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശേഷിയുള്ള നല്ല കഴിവുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് വാപ്പാന്റെ മകളാണ് എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചേർത്തി പറഞ്ഞത്. ചുരുക്കത്തിൽ ഈ ബാബുമായി ബന്ധപ്പെട്ടത് ഏതെങ്കിലും ആൾ സഹായിക്കപ്പെടേണ്ട അവസ്ഥയിൽ ഉണ്ട് എങ്കിൽ അവരെ സഹായിക്കുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു മുസ്ലിം ചെയ്യേണ്ട കാര്യമാണ്. അടുത്ത ബാബ്, ബാബുൽ മുവാസാത്തി ഫിസ്സനതി വൽ മജാഅ, ദാരിദ്ര്യത്തിന്റെയും വിശപ്പിന്റെയും കഷ്ടപ്പാടിന്റെയും സമയങ്ങളിൽ പരസ്പരം സഹായിക്കുക, പരസ്പരം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. عن أبي هريرة رضي الله عنه, أبو هريرة رضي الله عنه ذكر أن الأنصار قالت للنبي صلى الله عليه وسلم, അൻസാരികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി, ഖുസിം ബൈനന വബൈന ഇഖ്വാനിന അൻ-നഖീൽ, ഞങ്ങളുടെയും ഞങ്ങളുടെ സഹോദരന്മാരുടെയും ഇടയിൽ റസൂലെ താങ്കൾ ഈന്തപ്പന മരങ്ങളെ വീതിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അൻസാരികൾ പറയുകയുണ്ടായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, അത് വേണ്ട എന്ന് പറഞ്ഞു. അതായത് നമുക്കറിയുന്ന ചരിത്രമാണ്, ഇസ്ലാമിൽ മക്കയിൽ ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങൾ അവിടെ ദീനനുസരിച്ച് ജീവിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ അവിടെ നിന്ന് സ്വന്തം വീടും കച്ചവടവും സ്വത്തും സമ്പത്തും എല്ലാം ഒഴിവാക്കി ദീന് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഹിജറ ചെയ്ത് മദീനയിലെത്തിയ ആളുകളാണ് എന്ത് പറയുന്നത്? മുഹാജിറുകൾ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ കയ്യിൽ ഒന്നുമില്ല. അവരുടെ വരുമാന മാർഗമായിട്ടുള്ള കച്ചവടം അവിടെ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. അവർ കെട്ടിപ്പടുത്തിട്ടുള്ള വീടുണ്ടെങ്കിൽ അതവിടെ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. അവർക്കൊന്നുമില്ല. സ്വാഭാവികമായിട്ടും അൻസാരികൾ അവർക്ക് വേണ്ടി എല്ലാവിധ ത്യാഗവും ചെയ്യാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ആളുകളായിരുന്നു മദീനയിൽ ആദ്യം തന്നെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്ന ആളുകൾ.
അങ്ങനെ മുഹാജിറുകൾ മദീനയിലെത്തിയ സമയത്താണ് അൻസാരികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, മുഹാജിർ ഒന്നുമില്ലാതെ വന്നതാണ്. അൻസാരികൾക്കാണെങ്കിൽ മദീനത്ത് ധാരാളം ഈന്തപ്പന മരങ്ങളും തോട്ടങ്ങളും എല്ലാം ഉണ്ട്. അവർ കൃഷി ചെയ്യുന്നവരാണ്, അതിന്റെ ഉടമപ്പെടുത്തിയിട്ടുള്ള ആളുകളാണ്. അവ പറഞ്ഞു, അൻസാരികൾ പറഞ്ഞു, ഈന്തപ്പന മരങ്ങൾ ഞങ്ങളുടെ ഇടയിലും അതുപോലെ മുഹാജിറുകളായ ഞങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിലും റസൂലെ താങ്കൾ വീതിക്കണം എന്ന് പറഞ്ഞു. വീതിച്ച് അവർക്ക് പകുതിയാണ് കൊടുത്തോളി, അങ്ങനെ വീതിച്ച് കൊടുത്തോളി എന്ന് പറഞ്ഞു. വിശേഷം പറഞ്ഞത് വേണ്ട, കാരണം വിശേഷം അറിയാം ഒരു കാലത്ത് കച്ചവടത്തിലൂടെയും മറ്റും അല്ലെങ്കിൽ ജിഹാദിലൂടെയും എല്ലാം വലിയ നല്ലൊരു അവസ്ഥ മുസ്ലിമുകൾക്ക് വരാനുണ്ട് എന്നറിയാം. അതുകൊണ്ട് അവർക്ക് അധികാരപ്പെട്ടത് അതിന് വീതിക്കേണ്ട തീരുമാനിച്ചു. അപ്പൊ അൻസാരികൾ പറഞ്ഞു, تكفون المؤونة ونشرككم في الثمرة قالوا سمعنا وأطعنا. അത് പറഞ്ഞു, റസൂലേ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കുക അനുസരിക്കുകയൊക്കെ ചെയ്യുന്നു. എങ്ങനെ ചെയ്താലോ, ഞങ്ങള് കൃഷി ചെയ്യുമ്പോ ആ കൃഷിയിൽ അവര് ഞങ്ങളെ സഹായിക്കട്ടെ. അപ്പൊ അതിന്റെ വിളവെടുപ്പ് കിട്ടുമ്പോ ആ വിളവെടുപ്പിൽ ഞങ്ങൾ വീതം വെച്ചോളാം എന്ന്, അതിൽ ഞങ്ങൾ പങ്കുചേർന്ന് വീതം വെച്ചെടുത്തോളാം എന്ന് അവർ പറയുകയുണ്ടായി. കാരണം എങ്ങനെയെങ്കിലും ആ മുഹാജിറുകളെ സഹായിക്കണം, അവർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവരെ സഹായിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് പറയുന്നത്. അപ്പൊ ഈ ബാബിൽ ഈ ഒരു ഹദീസ് കൊടുക്കാനുള്ള കാരണം മുസ്ലിമീങ്ങൾ പരസ്പരം സഹായിക്കേണ്ടവരും അതുപോലെ തന്നെ പിന്താങ്ങ് നൽകേണ്ടവരും ആശ്വാസം നൽകേണ്ടവരുമാണ്. ഒരു മുസ്ലിമായ സഹോദരൻ ഏതെങ്കിലും തരത്തിൽ ഞെരുക്കമോ ബുദ്ധിമുട്ടോ മറ്റോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ സഹായിക്കാൻ സാധിക്കുന്ന മറ്റൊരു മുസ്ലിമായ സഹോദരൻ ഉണ്ടെങ്കിൽ ആ സഹോദരനെ, ആ മുസ്ലിമിനെ ഏത് തരത്തിലാണോ ആശ്വാസം നൽകാൻ പറ്റുക, എപ്പോഴും സമ്പന്നനായിക്കോണമെന്നില്ല, ചിലപ്പോൾ ഭക്ഷണമാകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വാക്കുകളാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സഹായമാകാം, ഏത് തരത്തിലാണെങ്കിലും ഒരു മുസ്ലിമായ സഹോദരന് എന്തെങ്കിലും ആവശ്യമുണ്ട്, ഞെരുക്കമുണ്ട് എന്നുണ്ടെങ്കിൽ അവനെ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന ആളുകൾ കഴിയുന്നത് പോലെ ചെയ്യണം. അത് സഹാബികളുടെ മാതൃകയാണ്, അൻസാരികളുടെയും മുഹാജിറുകളുടെയും മാതൃകയാണ് അങ്ങനെ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പുണ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന വിഷയത്തിലും എല്ലാം പരസ്പരം സഹായിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും കഴിവിന്റെ അടിസ്ഥാനത്തിൽ ഏതാണോ മേഖല അതിനനുസരിച്ച് ചെയ്യേണ്ടതാണ്. അടുത്തൊരു ഹദീസ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു قال عام الرمادة وكانت سنة شديدة ملمة. ഒരു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ ഒരു വർഷം ഉണ്ടായി, ആമുർ റമാദ എന്ന് പറയുന്നത്, അഥവാ അങ്ങേയറ്റം ദാരിദ്ര്യവും പട്ടിണിയും കഷ്ടപ്പാടും വന്ന, കൃഷി വിളവില്ലാത്ത, വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന വർഷമായിരുന്നു അത്. ഉമർ റളിയല്ലാഹു അൻഹു ഭരണാധികാരി, ലോകം കണ്ട ഭരണാധികാരികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഏറ്റവും മഹത്തായ ഒരു ഭരണം കാഴ്ചവെച്ചിട്ടുള്ള നേതാവാണ് ഉമർ റളിയല്ലാഹു അൻഹു. അതിനുള്ള അവസരം അത്രയും ലഭിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു വർഷം വന്നു. بعدما اجتهد عمر في امداد الاعراب بالابل والقمح والزيت من الالياف كلها حتى بلهت الالياف كلها مما جهدها ذلك. എത്രത്തോളം എത്തി കഴിഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു ആ ഭരണം, ആളുകൾ, ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ആളുകളുടെ കാര്യങ്ങൾ നോക്കണം, അഥവാ പ്രജകളുടെ അവസ്ഥകൾ നോക്കണം. അപ്പൊ അങ്ങനെ ഒരു കാലം വന്നപ്പോൾ ഇജ്തഹദ ഉമർ റളിയല്ലാഹു അൻഹു വളരെയധികം പരിശ്രമിച്ചു. ഇതെല്ലാവർക്കും, ഒരു വിഭാഗം ആളുകൾക്ക് വളരെയധികം പട്ടിണിയായിരിക്കും, ഒരു വിഭാഗം ആളുകൾക്ക് ചിലപ്പോൾ കുറച്ച് കൃഷി ഉണ്ടാവും, ചില ആളുകൾക്ക് സമ്പത്ത് ഉണ്ടാവും, ചില ആളുകൾ ഉണ്ടാവില്ല. ഇത് ആളുകൾക്ക് പൊതുവായി ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു വളരെയധികം കഷ്ടപ്പെട്ട് അറാബികൾക്ക്, അഥവാ മരുഭൂമികളിൽ താമസിക്കുന്ന ആളുകൾ, പട്ടണവുമായി ബന്ധമില്ലാതെ മരുഭൂമികളിൽ ചെറിയ കൃഷിയോ അല്ലെങ്കിൽ ഒട്ടകമോ അതുമായി ബന്ധപ്പെട്ട് മാത്രം ജീവിക്കുന്ന അറാബികൾക്കിടയിൽ ഒട്ടകങ്ങളും ഗോതമ്പും അതുപോലെ തന്നെ സെയ്ത്തും ഒലീവും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ മിനൽ അരിയാഫി കുല്ലിഹ, ഇതെല്ലാം ധാരാളമുള്ള ആളുകളിൽ നിന്ന് അവിടെ എത്തിച്ചു കൊടുക്കുകയുണ്ടായി. ഭരണ സംവിധാനം കൃത്യമായിട്ട് അറാബികൾക്കടുക്കിലേക്ക് പട്ടണത്തിൽ ജീവിക്കുന്ന ആളുകളിൽ നിന്ന് ഇതെല്ലാം ഉണ്ടായിരുന്ന ആളുകൾ എത്തിച്ചു കൊടുക്കണ്ടായി. അങ്ങനെ എത്തിച്ചു കൊടുത്ത് പട്ടണത്തിൽ ഉണ്ടായിരുന്ന, സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്ന, അല്ലെങ്കിൽ അതെല്ലാം വിളവെടുക്കാൻ ശേഷി ഉണ്ടായിരുന്ന ആളുകളിൽ വരെ കുറഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടായി. അഥവാ എല്ലാം വീതിച്ചു കൊടുത്തു, നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കുന്ന സമയത്ത് നൽകാനില്ലാത്ത അവസ്ഥയായി. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോട് ദുആ ചെയ്തു.
അല്ലാഹുമ്മ അജ്അൽ റിസ്ഖഹും അലാ റൂസിൽ ജിബാൽ, അല്ലാഹുവേ ഇവർക്കുള്ള റിസ്ഖ് ഈ പർവ്വതങ്ങൾക്ക് മുകളിൽ നീ ആക്കണമേ, അഥവാ മൊത്തത്തിൽ ലഭിക്കുന്ന രീതിയിൽ എല്ലാവർക്കും ലഭിക്കുന്ന രീതിയിൽ നീ ആക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഫസ്തജാബ അല്ലാഹു ലഹു വലിൽ മുസ്ലിമീൻ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുകയും ആ മുസ്ലിമീങ്ങൾക്കും മുസ്ലിമീങ്ങളുടെയും പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുകയും ചെയ്തു. ഫഖാല ഹീന നസല ബിഹിൽ ഗൈഫ്, അങ്ങനെ ആകാശത്ത് നിന്ന് മഴ വർഷിച്ചു. മഴയില്ലാത്തതുകൊണ്ട് കൃഷി ഇല്ലാതിരിക്കുക, മഴ വർഷിച്ചു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് സ്തുതി. ഫവല്ലാഹി ലൗ അന്ന അല്ലാഹ ലം യുഫദ്ദിജ്ഹാ മാ തറക്തു അഹ്ല ബൈത്തിൻ മിനൽ മുസ്ലിമീന ലഹും സഅ, അല്ലാഹു തആല ഇങ്ങനെ ഒരു തുറവി തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ വിശാലതയുള്ള ഒരു മുസ്ലിമിന്റെ വീടിനെയും വിട്ടേക്കുകയില്ല. ഇല്ലാ അദ്ഖൽതു മഅഹും അഅദാദഹും മിനൽ ഫഖറ, അവരുടെ അത്ര എണ്ണം ദരിദ്രന്മാരെ അവരുടെ ഒപ്പം ചേർക്കാതെ, അഥവാ ഒരു കുടുംബത്തിനുള്ള ഭക്ഷണം കൃത്യമായിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ദരിദ്രന്മാരെ കൂടിയും ആ ഭക്ഷണം വീതം വെക്കാൻ, ഒരാളുടെ ഭക്ഷണം രണ്ടാൾക്ക് തികയുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ആ നിലയ്ക്ക് ചേർക്കാതെ ഞാൻ വിട്ടേക്കുമായിരുന്നില്ല. ഫലം യകുൻ ഇസ്നാനി യുഹ്ലികാനി മിനൽ തആം അലാ മാ യുഖീമുൽ വാഹിദ്, ഒരാൾക്കുള്ള ഭക്ഷണം ഉണ്ടായിട്ട് രണ്ടാള് നഷ്ടപ്പെടുന്ന ലഭിക്കാതിരിക്കുന്ന അവസ്ഥ ഞാൻ ഉണ്ടാക്കുകയില്ല, അഥവാ ഒരാളുടെ ഭക്ഷണം രണ്ടാൾക്ക് ലഭിക്കുന്ന അവസ്ഥയിൽ ഞാൻ ആക്കുമായിരുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഈ ഒരു ഹദീസ് ഇവിടെ കൊടുക്കാനുള്ള ഈ ബാബിൽ പരസ്പരം മുസ്ലിമീങ്ങൾ ആശ്വാസം നൽകണമെന്ന് ബാബിൽ കൊടുക്കാനുള്ള കാരണം, ഏത് സാഹചര്യത്തിൽ ഒരു ഭരണാധികാരിയാവട്ടെ ഒരു വ്യക്തിയാവട്ടെ മുസ്ലിമീങ്ങൾക്കിടയിൽ ഞെരുക്കമോ ബുദ്ധിമുട്ടോ കഷ്ടപ്പാടോ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അവിടെ എന്ത് ചെയ്യണം? പരസ്പരം ആശ്വാസം കൊടുക്കാൻ ഏത് തരത്തിലാണോ സാധിക്കുക ആ തരത്തിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഈ ഒരു ഹദീസിൽ നിന്നുള്ള വേറെ മഹത്തായിട്ടുള്ള ഒരു ഫായിദ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണ പ്രാവീണ്യമാണ്. അത്രയും കൃത്യമായി ആളുകൾക്കിടയിൽ കാര്യങ്ങൾ എത്തിക്കാൻ, വസ്തുക്കൾ എത്തിക്കാൻ, ഭക്ഷണം നോക്കാൻ, ആളുകളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. തന്റെ ഭരണകാലത്ത് തന്റെ ഒരു അശ്രദ്ധ കാരണത്താൽ, തന്റെ ഉത്തരവാദിത്തം ചെയ്യാത്തത് കാരണത്താൽ തന്റെ പ്രജകൾക്കിടയിൽ ദാരിദ്ര്യമോ ഒരാൾ പട്ടിണി കിടക്കുന്നതോ അല്ലെങ്കിൽ ഒരാൾ അനീതി ചെയ്യപ്പെടുന്നതോ ആയ അവസ്ഥ ഉണ്ടാകരുത് എന്ന് കഠിനമായി ശക്തമായി തീരുമാനിച്ചിരുന്ന ഉദ്ദേശിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ചരിത്രം അറിയുന്നവർക്ക് അത് ബോധ്യമാണ്. അടുത്തൊരു ഹദീസ്, അൻ സലമത്ത് ഇബ്നുൽ അക്വഅ ഖാല ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹായാകും ലാ യുസ്ബിഹു അഹദുകും ബഅദ സലാസത്തിൻ വഫീ ബൈതിഹി മിൻഹു ഷൈഉൻ. ഒരു ഈദുൽ അദ്ഹ സമയത്ത്, ഈദുൽ അദ്ഹ ബലിപെരുന്നാൾ സമയത്ത് ഒരു വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹായാകും, നിങ്ങളുടെ ഉദ്ഹിയത്തിന്റെ മാംസങ്ങൾ, ഉദ്ഹിയത്ത് അറുത്തിട്ടുള്ള മാംസം, ലാ യുസ്ബിഹു അഹദുകും ബഅദ സലാസത്തിൻ, ഒരാളുടെ വീടും ഒരാളും 3 ദിവസം കടന്നു പോകരുത്, വഫീ ബൈതിഹി മിൻഹു ഷൈഉൻ, ആ ഉദ്ഹിയത്തിന്റെ മാംസം എന്തെങ്കിലും ബാക്കിയായിട്ട്, അഥവാ ഉദ്ഹിയത്ത് അറുത്തിട്ടുള്ള മാംസം 3 ദിവസത്തിനുള്ളിൽ തീർത്തിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതായത് ആ കുടുംബത്തെ ഭക്ഷണമായിട്ട് അത് ഭക്ഷിച്ചു തീർക്കണം എന്നല്ല അതിന്റെ ഉദ്ദേശം. അത് ആളുകൾക്ക് നൽകിയിട്ട് ബാക്കിയുള്ള ആളുകൾക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയെടുത്തിട്ട് 3 ദിവസത്തിൽ കൂടുതൽ അത് ബാക്കിയാകുന്ന അവസ്ഥ ഉണ്ടാകരുത്, അത് കൊടുത്തിരിക്കണം, അത് ചെലവഴിച്ചിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫലമ്മാ കാനൽ ആമുൽ മുഖ്ബിൽ, അങ്ങനെ അടുത്ത വർഷമായ സമയത്ത്, ഇതൊരു വർഷത്തിൽ പറഞ്ഞു, അതിനുശേഷമുള്ള അടുത്ത വർഷമായപ്പോൾ ഖാലു, സഹാബികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നഫ്അലു കമാ ഫഅൽനൽ ആമൽ മാദി, ഞങ്ങൾ കഴിഞ്ഞ വർഷം ചെയ്തതുപോലെ തന്നെയാണോ ഈ വർഷവും ചെയ്യേണ്ടത്? അഥവാ ഉദ്ഹിയത്തിന്റെ മാംസം 3 ദിവസത്തിനുള്ളിൽ ആളുകൾക്ക് കൊടുത്തു തീർക്കുകയാണോ ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുലു വദ്ഖിറു, നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക, നിങ്ങൾ എടുത്തു വെച്ചു കൊള്ളുകയും ചെയ്യുക. അന്ന് ഉണക്കിയിട്ടും അതുപോലെയുള്ള മറ്റു പല രീതികളും മാംസം എടുത്തു വെക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക, നിങ്ങൾ എടുത്തു വെക്കുകയും ചെയ്തു കൊള്ളുക. കഴിഞ്ഞ വർഷം എന്നുള്ളത് ജഹദിന്റെ ഒരുപാട് ഞെരുക്കവും ബുദ്ധിമുട്ടും ഉള്ള ഒരു കാലമായിരുന്നു. പല ആളുകൾക്കും ഭക്ഷണമില്ലാത്ത, പല ആളുകൾക്കും ഭക്ഷണം ലഭിക്കാത്ത, അല്ലെങ്കിൽ കച്ചവടം കുറഞ്ഞിട്ടുള്ള, കൃഷി കുറഞ്ഞിട്ടുള്ള, വരുമാനം കുറഞ്ഞിട്ടുള്ള ഒരു കാലമായിരുന്നു കഴിഞ്ഞ വർഷം. ഞാൻ ഉദ്ദേശിച്ചു നിങ്ങൾ പരസ്പരം സഹായിക്കുന്ന
നിങ്ങൾ സഹായിക്കുന്ന ആളുകളാവണം എന്ന് ഞാൻ ഉദ്ദേശിച്ചു. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം അങ്ങനെ പറഞ്ഞത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് പറയാണ്. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഒരു രാജ്യത്തിന്റെ ഭരണം അല്ലെങ്കിൽ അതിന്റെ നിയന്ത്രണം എങ്ങനെയായിരിക്കണം എന്നുള്ളതിൽ നല്ല മാതൃക നമുക്കിതിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഉദ്ഹിയത്തിന്റെ മാംസം ഒരുപാടുണ്ടാകും. ഇന്നത്തെ കാലത്ത് പോലെ ഒരാൾക്ക് ഒരൊറ്റ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒറ്റ ഒരു മാടിനെ അറുത്താൽ മതി, അല്ലെങ്കിൽ പങ്കു ചേർന്ന് അറുത്താൽ മതി. പക്ഷെ അന്ന് കാലത്ത് ഒരാൾ തന്നെ 100 ഒട്ടകത്തെയും മറ്റും അറക്കും. അത് അത്രയും ഉണ്ടാകും. ആടിനെയോ ഒട്ടകത്തെയോ 100 ഒട്ടകത്തെ ഒരാൾക്ക് ഒരറിവ് നടത്തിയാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജില് 100ഓളം 63 സ്വന്തം കൈകൊണ്ടും ബാക്കി അലി റളിയല്ലാഹു അൻഹു കൂടെ അറുത്തിട്ടുണ്ട്. 100 ഒട്ടകത്തെ അറുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ കാലത്തെ പോലെ ഒരു ഒട്ടകത്തിനെയോ ഒരാടിനെയോ എല്ലാം അന്ന് അറക്കാറുള്ളത്. ഒരാൾക്ക് ശേഷി ഉണ്ടാകുമ്പോൾ അന്നത് കൂടുതലുണ്ട്. അതിനും ഒട്ടകവും ആടും എല്ലാം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുറെ എണ്ണത്തിൽ അറക്കുമായിരുന്നു. അപ്പൊ ഈ മാംസം അവിടെ ഉണ്ടായിട്ട് മറ്റു പല അറാബികളോ അല്ലെങ്കിൽ മറ്റു പല പ്രദേശത്തുള്ള ആളുകൾ ദാരിദ്ര്യം കഷ്ടപ്പാട് അനുഭവിക്കുമ്പോൾ ഇത് കുറച്ച് ആളുകൾ ഇങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കാതെയാകും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വർഷം പറഞ്ഞു, നിങ്ങൾ ഇത് 3 ദിവസത്തിൽ കൂടുതൽ നിങ്ങളുടെ വീട്ടിലുണ്ടാകാൻ പാടില്ല. അതോ അതിന് മുമ്പ് തന്നെ അത് എത്തിച്ചു കൊടുത്തിരിക്കണം, ആളുകൾക്ക് കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞു. പിറ്റത്തെ വർഷം അതേപോലെ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് അവിടെ പട്ടിണിയും കഷ്ടപ്പാടായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ബാബിന്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ പരസ്പരം ആശ്വാസം നൽകുക, അൽ മുവാസാത്തു ബൈനൽ മുസ്ലിമീൻ, വളരെ ഫضലുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏത് തരത്തിലാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സാധിക്കുമെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ സമ്പത്തില്ല വേണ്ട, അതല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും തരത്തിൽ ചെയ്യാൻ പറ്റുമോ, അത് ചെയ്യാൻ നമ്മൾ മുന്നേറും. നിന്റെ കാര്യമില്ലല്ലോ, അത് അവന്റെ കാര്യമല്ലേ, അത് നമുക്ക് ബാധകമുള്ള കാര്യമില്ലല്ലോ എന്ന നിലക്കല്ല ഒരു മുസ്ലിം ചിന്തിക്കേണ്ടത്. ആ മുസ്ലിം തന്റെ സഹോദരനെ ഏതെങ്കിലും തരത്തിൽ ആശ്വാസം ഉണ്ടാക്കാൻ എന്താണോ ചെയ്യാൻ സാധിക്കുക അതിനുള്ള പരിശ്രമം ഒരു മുസ്ലിമിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. അത് അറിയിക്കാനാണ് ഈ ബാബും ഈ ഹദീസുകളും ഇമാം ബുഖാരി ഇതിൽ കൊടുത്തിട്ടുള്ളത്. അടുത്ത ബാബ് ബാബു അത്തജാരിബ്. തജാരിബ് എന്ന് പറഞ്ഞാൽ അനുഭവങ്ങൾ, ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അനൂർവ ഖാല, ഉർവ റളിയല്ലാഹു അൻഹു പറയുകയാണ്, كنت جالسا عند معاوية فحدث نفسه ثم انتبه فقال, ഒരിക്കൽ ഞാൻ മുആവിയ റളിയല്ലാഹു അൻഹുയുടെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹു അടുക്കൽ ഇരിക്കുന്ന സമയത്ത് മുആവിയ റളിയല്ലാഹു അൻഹു ഒരു കാര്യം ചിന്തിച്ചുകൊണ്ട്, എന്തോ ഒരു കാര്യം മനസ്സിൽ ചിന്തിച്ച ഒരു കാര്യം ആളുകൾക്ക് മുമ്പിൽ ഇരിക്കുമ്പോൾ തന്നെ അറിയാതെ പറഞ്ഞുപോയി. ആ പറഞ്ഞതിന് ശേഷമാണ് സുമ്മൻതബഹ, മുആവിയ റളിയല്ലാഹു അൻഹു ബോധം വന്നത്, ഇത് ആളുകളുടെ ഇടയിലാണല്ലോ ഞാനുള്ളത് എന്ന്. ഫഖാല, അപ്പോ മുആവിയ റളിയല്ലാഹു അൻഹു ആ സമയത്ത് പറഞ്ഞു, ലാ ഹലീമ ഇല്ലാ ദു തജ്രിബത്തിൻ, ഹലീം, ഒരാൾ ഹലീമാകുന്നില്ല അഥവാ അവധാനതയുള്ളവനാകുന്നില്ല അവന്റെ അനുഭവം കൊണ്ടല്ലാതെ, യുഈദുഹാ തലാസൻ, 3 തവണ അത് ആവർത്തിച്ചുകൊണ്ട് മുആവിയ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. ഇതിൽ പ്രധാനപ്പെട്ട 2 പാഠങ്ങൾ ഈ ഒരു സംഭവത്തിലുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബാബും ഈ ഒരു ഹദീസും ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് കൊടുത്തിട്ടുള്ളത്. ബാബു തജാരിബ്, അനുഭവങ്ങൾ. അതായത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്താവുന്ന, അല്ലെങ്കിൽ അവന്റെ വീഴ്ചകളെ നേരെയാക്കാനും അവന്റെ കുറവുകളെ പരിഹരിക്കാനും അവന്റെ നന്മകളെ ഒന്നുകൂടി മെച്ചമാക്കാനും അവൻ ഏറ്റവും ഗുണപാഠമായിട്ടുള്ള ഒരു കാര്യമാണ് അവന്റെ അനുഭവങ്ങൾ. അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ തെറ്റുകളായിരിക്കാം, അവന് പറ്റിയ അബദ്ധങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവൻ കണ്ടതോ കേട്ടതോ പഠിച്ചതോ വായിച്ചതോ മനസ്സിലാക്കിയതോ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാകും. ഈ അനുഭവങ്ങൾക്ക് ഒരാളെ നന്നാക്കുന്നതിൽ, അവന്റെ ജീവിതം മാറ്റുന്നതിൽ വലിയ സ്വാധീനമാണുള്ളത്. ഇവിടെ മുആവിയ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാതിബായിരുന്ന, ഖലീഫയായിരുന്ന ശ്രേഷ്ഠനായ സ്വഹാബി മുആവിയ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ആളുകളുടെ ഇടയിൽ, ആളുകളുള്ള സദസ്സാണ്, അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹം തദബ്ബുറിലായി, അദ്ദേഹം ഉറ്റാലോചിക്കുകയാണ്. സ്വഹാബികളുടെ എല്ലാം വളരെ വിലപ്പെട്ട ഗുണമായിരുന്നു തദബ്ബുർ എന്നുള്ളത്. ഒരു കാര്യത്തെ കുറിച്ച് ഉറ്റാലോചിക്കുക, തദബ്ബുർ, തഫക്കുർ, തഅമ്മുൽ എന്നുള്ള ഈ പദങ്ങളിലൊക്കെ പറയുന്നത്. അവർ പരലോകത്തെ കുറിച്ചും ദീനിന്റെ കാര്യങ്ങളെ കുറിച്ചും പല കാര്യങ്ങളെ കുറിച്ചും ഖുർആനിനെ കുറിച്ചും ഹദീസിനെ കുറിച്ചും വ്യത്യസ്ത കാര്യങ്ങളെ കുറിച്ച് ഉറ്റാലോചിക്കാറുണ്ട്.
അബൂദർദ റളിയല്ലാഹുവിന്റെ പത്നിയായ ഉമ്മു ദർദ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, അബൂദർദയുടെ ഏറ്റവും അഫ്ളലായ ഇബാദത്ത് എന്തായിരുന്നു? അപ്പോ ഉമ്മു ദർദ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അത്തഫക്കുർ വത്തദബ്ബുർ, ഉറ്റ ആലോചിക്കലായിരുന്നു. അപ്പൊ മുആവിയ റളിയല്ലാഹു അൻഹു എന്തിനെ കുറിച്ച് ആലോചിച്ച്, ഒരു ചിന്തയില്ലാതെ ജീവിക്കുന്ന ആളുകളല്ല സഹാബികൾ. അവർ ഉറ്റ ആലോചിക്കാറുണ്ട് ഒരു കാര്യത്തെ കുറിച്ച്, ദീനിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ച്. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടുന്ന് മനസ്സിൽ തോന്നിയ ഒരു കാര്യം അവിടുന്ന് ഉറക്കെ പറഞ്ഞുപോയി. ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം, ഞാൻ എന്റെ ചുറ്റും ആളുകളുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കാതെ മുആവിയ റളിയല്ലാഹു അൻഹു ഉറക്കെ പറഞ്ഞുപോയി. ആ പറഞ്ഞതിന് ശേഷമാണ് മുആവിയ റളിയല്ലാഹു അൻഹു മനസ്സിലായത് ആളുകൾ ഉണ്ടല്ലോ ഇവിടെ എന്നുള്ളത്. എന്നിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു ആ സമയം പറഞ്ഞു, ലാ ഹലീമ ഇല്ലാ ദു തജ്രിബത്തിൻ യുഈദുഹാ സലാസൻ. 3 തവണ പറഞ്ഞു. ഒരാൾ ഹലീമാകുന്നില്ല, അഥവാ ഹിൽം ഉണ്ടാകുന്നില്ല. ഹിൽം എന്ന് പറഞ്ഞാൽ അൽ അനാത്ത്. അനാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവധാനത. ഒരു കാര്യം ആലോചിച്ച് കൃത്യമായി ഒരു നിലക്കൊരു കാര്യം ചെയ്യുക, അതിനാണ് അനാത്ത് എന്ന് പറയുക. അള്ളാഹു ഇഷ്ടപ്പെടുന്ന, എടുത്തു ചാടാതെ ഒരു കാര്യത്തിലേക്ക് ഒന്നും ആലോചിക്കാതെ ചിന്തിക്കാതെ എടുത്തു ചാടാതെ അനാത്ത് ഉണ്ടാവുക, അവധാനതയോടുകൂടി ചിന്തിച്ചുകൊണ്ട് ഒരു കാര്യം അതിന്റെ കൃത്യമായ നിലക്ക്, മടി കാണിക്കുക, അലസത കാണിക്കുക എന്നല്ല, കൃത്യമായ നിലക്ക് തന്നെ എടുത്തു ചാടാതെ ചെയ്യുന്ന ആ സ്വഭാവം, അത് തജ്രിബയുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാവുക എന്ന് മുആവിയ റളിയല്ലാഹു അൻഹു പറയുന്നത്. അഥവാ ഒരാളുടെ ജീവിതത്തിൽ അവന് സംഭവിക്കുന്ന അബദ്ധങ്ങളുടെയും അതുപോലെ തന്നെ കുറവുകളുടെയും എല്ലാമാണ് അവന് ഒരു അവധാനതയുള്ള വ്യക്തിയാക്കാൻ സാധിക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ ആ സംഭവിച്ച കാര്യത്തെ ഉദ്ദേശിച്ചാവാം, അതല്ലെങ്കിൽ അദ്ദേഹം ചിന്തിച്ച കാര്യമായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഒരാൾക്ക് ഈ ഒരു ഗുണം ഉണ്ടാക്കാൻ, ഹിൽം ഉണ്ടാകാൻ ഏറ്റവും ഉപകരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ജീവിതാനുഭവങ്ങളാണ്, അവന്റെ വീഴ്ചകളാണ്, അവന്റെ അബദ്ധങ്ങളാണ്, അവന് സംഭവിച്ചു പോയ കുറവുകളാണ്. അതിലൂടെ അവൻ ഏറ്റവും നല്ല രീതിയിൽ ഈ അവധാനത ഉണ്ടാക്കിയെടുക്കാനും നല്ല സ്വഭാവത്തിനുടമയാകാനും കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാനും അവന് സാധിക്കും. അടുത്ത ബാബു ഹിൽഫിൽ ജാഹിലിയ്യ, ജാഹിലിയത്തിലെ സത്യം ചെയ്യലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. സത്യം ചെയ്ത് പറയുക എന്നുള്ളത് പരസ്പരം ആളുകൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് കരാർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ഞങ്ങൾ ഇങ്ങനെ ആയിരിക്കും എന്ന് സത്യം ചെയ്ത് പറയുന്ന രീതി ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസാണ് ഈ ബാബിൽ കൊടുത്തിട്ടുള്ളത്. ബാബു ഹിൽഫിൽ ജാഹിലിയ്യ, ജാഹിലിയത്തിലെ ഈ സത്യം ചെയ്യൽ. അൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഷഹിദ്തു മഅ ഉമൂമതി ഹിൽഫൽ മുതയ്യിബീൻ, ഞാൻ എൻ്റെ പിതൃ സഹോദരന്മാരോടൊപ്പം, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ വഴിയുള്ള കുടുംബക്കാരോടൊപ്പം, സഹോദരങ്ങളോടൊപ്പം, ഫമാ ഉഹിബ്ബു, ഞാൻ ഹിൽഫൽ മുതയ്യിബീനിൽ പങ്കെടുക്കുകയുണ്ടായി. ഹിൽഫൽ മുതയ്യിബീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാഹിലിയ കാലഘട്ടത്തിൽ ബനു ഹാഷിമുകാരും ബനു സുഹ്റയും അതുപോലെ തന്നെ ബനു തൈമുകാരും ഒരു വീട്ടിൽ, ഇബ്നു ജുദ്ആനിന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടുകയും അവിടെ എല്ലാവരുടെയും കയ്യിൽ തീബുള്ള അഥവാ അത്തർ, സുഗന്ധം വെച്ചുകൊണ്ട് അവർ സത്യം ചെയ്ത് പറയുന്ന ഒരു അവസ്ഥയുണ്ടായി. അവർ സത്യം ചെയ്തത് അത് പിന്നെ പരസ്പരം സഹായിക്കും, അതുപോലെ തന്നെ ദുൽമ ചെയ്യപ്പെടുന്നവനെ സഹായിക്കും എന്ന നിലക്കൊക്കെ അവർ സത്യം ചെയ്തു ഒരുമിച്ച് കൂടിയിട്ട്. അപ്പൊ അവരുടെ കയ്യിൽ അത്തർ ഉണ്ടായിരുന്നു, തീബ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മുത്തയ്യിബീൻ എന്ന് പറയുന്നത്. ഹിൽഫുൽ മുത്തയ്യിബീൻ എന്ന് പറയാനുള്ള കാരണം, പേര് വരാനുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ആ അറബികളിലെ ഖുറൈശികളെ പ്രധാനപ്പെട്ട ഗോത്രങ്ങൾ അവർ പരസ്പരം ഈ ദുൽമോ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന നിലക്ക് ആ സത്യം ചെയ്ത് പറയുന്ന സംഭവം ഉണ്ടായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അതിൽ പങ്കെടുക്കേണ്ടായിട്ടുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, എന്റെ പിതൃ സഹോദരന്മാരോടൊപ്പം ആ ഹിൽഫൽ മുതയ്യിബീനിൽ ഞാൻ പങ്കെടുക്കേണ്ടായിട്ടുണ്ട്. ഫമാ ഉഹിബ്ബു അൻ അൻകുസഹു വഅൻ ലീ ഹുംറൻ നഅം, ഏറ്റവും മുന്തിയ ചുവന്ന ഒട്ടകം എനിക്ക് ലഭിക്കുമെന്നുണ്ടെങ്കിലും ഞാൻ ആ കരാർ ലംഘിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അഥവാ നന്മയായിട്ടുള്ള ഖൈറായിട്ടുള്ള കാര്യങ്ങളിൽ ഇതുപോലെയുള്ള കരാറുകളും ഇതുപോലെയുള്ള കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ജാഹിലിയ കാലത്ത് നടന്നതാണെങ്കിലും
അതിന്റെ പേരിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. കാരണം അത് നല്ലൊരു കാര്യത്തിനായിരുന്നു, പരസ്പരം സഹായിക്കും, ദുൽമ് ചെയ്യില്ല എന്ന നിലക്കെല്ലാമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന ഹിൽഫൽ മുത്തയ്യിബീൻ എന്ന് പറയുന്നത്. അടുത്ത ബാബ് ബാബുൽ ഇഖാ, പരസ്പരം സഹോദര്യ ബന്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാബാണ് ബാബുൽ ഇഖാ എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിമീങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ്, മുഅ്മിനീങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ്, ഇഖ്വ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതാണ്. അത് ദീനിന്റെ പേരിലുള്ള സാഹോദര്യ ബന്ധമാണ്, രക്തബന്ധം കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു കാര്യം കൊണ്ടോ അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ചു, അവന്റെ റസൂലിൽ വിശ്വസിക്കുന്നു, ഈ ദീനനുസരിച്ച് ജീവിക്കുന്നു, പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് പ്രതീക്ഷിക്കുന്നു, സ്വർഗപ്രവേശനം ആഗ്രഹിക്കുന്നു. ഈ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ സാഹോദര്യം നിലനിൽക്കുന്നത്. അത് ഏറ്റവും നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യണം. പലപ്പോഴും ഇന്ന് മുസ്ലിം സഹോദരങ്ങളുടെ ഇടയിൽ, ഒരു പക്ഷേ തൗഹീദുള്ളവരുടെ ഇടയിൽ പോലും അവരിടയിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടാകേണ്ട സാഹോദര്യ ബന്ധം എന്നുള്ളത്. അവനവന്റെ കാര്യം മാത്രം, എനിക്ക് എന്റെ കാര്യം മതി എന്ന നിലക്ക് മാത്രം മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ. എന്നാൽ സഹാബികളുടെ മാതൃക നോക്കുകയാണെങ്കിൽ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് നോക്കുകയാണെങ്കിൽ അത് അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ, ഈ ബാബിൽ കൊടുക്കുന്ന ചില ഹദീസുകൾ അത് ചരിത്രപരമായി ബന്ധപ്പെട്ടതാണ്. അനസ് റളിയല്ലാഹു അൻഹു ഖാല, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആഖാ അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന ഇബ്നു മസ്ഊദ് വസുബൈർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു മസ്ഊദിനെയും സുബൈർ റളിയല്ലാഹുവിനെയും പരസ്പരം സഹോദര്യ ബന്ധത്തിലാക്കി എന്ന് പറയുകയാണ്. പ്രത്യേകിച്ചും മക്കയിൽ നിന്ന് ആളുകൾ ഹിജറ ചെയ്തു വന്ന ആ സന്ദർഭത്തിൽ മദീനത്തുള്ള അൻസാരികളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരെയും വിളിച്ച് പരസ്പരം സഹോദരന്മാരായിട്ട് വിടുകയായിരുന്നു, അഥവാ അവരെ എല്ലാ രീതിയിലും സഹായിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മുഹാജിറുകൾ ഇപ്പൊ സുഖമായി, ഇതെല്ലാം കിട്ടി, അവിടെ നിൽക്കാൻ നിലക്ക് അവരെല്ലാം ഏറ്റുവാങ്ങാൻ നിന്നിട്ടില്ല. പക്ഷേ ആ സാഹോദര്യ ബന്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ സ്ഥാപിക്കുകയുണ്ടായി എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ അടുത്തൊരു ഹദീസ് കൂടി പറയാം. عن أنس رضي الله عنه قال, أنس بن مالك رضي الله عنه بريان, حالف رسول الله صلى الله عليه وسلم بين قريش والأنصار في دار التي بالمدينة. നബി സല്ലല്ലാഹു അലൈഹി അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, في دار التي بالمدينة, മദീനയിലുള്ള എൻ്റെ വീട്ടിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശികളെയും അതുപോലെ തന്നെ അൻസാരികളെയും, ഹാലഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹ, സഹോദര്യ ബന്ധത്തിൽ ഉണ്ടാക്കുകയുണ്ടായി, അവരെ ഒരുമിപ്പിക്കുകയുണ്ടായി എന്ന് നബി അനസ് റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പോൾ അത്രയും മഹത്തായിട്ടുള്ള ഒരു മാതൃകയും ഉപമയും നമുക്ക് പറയാനുള്ള ഒരു ചരിത്രമാണ് ഇസ്ലാമിക ലോകത്ത് സംഭവിച്ചിട്ടുള്ള സഹാബികൾ തമ്മിലുണ്ടായിരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയും, വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ബന്ധമില്ല, അവരൊരു പക്ഷേ ജീവിതത്തിൽ കണ്ടിട്ട് തന്നെയില്ല, ആരാണെന്നെ അറിയില്ല. അങ്ങനെയുള്ള മുഹാജിറുകൾ ഒന്നുമില്ലാതെ വരികയാണ്. അത് അവരുടെ നാട്ടിലേക്കാണ് വരുന്നത്. അവരുടെ നാട്ടിലേക്ക് ഒന്നുമില്ലാതെ വരുന്ന ആളുകൾക്കാണ് അവരുടെ എന്തും നൽകാം, അവരുടെ സ്വത്തും കച്ചവടവും കൃഷിയും വീടും എല്ലാം വീതിച്ച് നൽകാൻ തയ്യാറായിക്കൊണ്ട് അൻസാരികളോട് നിൽക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. അല്ലാഹു തആല വെറുതെയാണോ മുഹാജിറുകൾക്കും അൻസാരികൾക്കും ഇത്ര ഫضل കൊടുത്തത്? രണ്ടുപേരും ത്യാഗം സഹിക്കുകയാണ്. മുഹാജിറുകൾ അവരുടേത് അവരെ ഇട്ടിട്ട് പോന്നു, അൻസാരികൾ അവരേത് നൽകാൻ തയ്യാറായി. അത് മറ്റെന്തിനേക്കാളും ദീനിനോടുള്ള ഇഷ്ടവും അള്ളാഹുവിനോടുള്ള ഇഷ്ടവും മുസ്ലിമീങ്ങളോടുള്ള സ്നേഹവും അവിടെ നിലനിന്നിരുന്നതിനുള്ള അടയാളമാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ. പലപ്പോഴും ആ ചരിത്രങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വായിക്കുകയും അതിനെക്കുറിച്ച് ആലോചിക്കുകയും വേണം. അതുകൊണ്ട് അതില്ലാത്തത് കൊണ്ടും എല്ലാവരും വ്യക്തിപരമായി സ്വന്തം കാര്യം മാത്രം നോക്കുന്ന അവസ്ഥയിലായതുകൊണ്ടുമാണ് പലപ്പോഴും മുസ്ലിമീങ്ങൾക്കിടയിൽ പരസ്പരം സഹായിക്കാൻ ആളില്ലാത്ത, പരസ്പരം ആശ്വാസം നൽകാൻ ആളില്ലാത്ത ഒരു അവസ്ഥയിൽ ഇന്ന് കാലം മാറിയിട്ടുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്പരം ഈ നിലക്ക് സഹോദര ബന്ധങ്ങൾ സ്ഥാപിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസുകൾ അടുത്ത ദിവസം നോക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.